നമസ്കാരം. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രകൃതി വിഭവങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിവസം ആഘോഷിച്ചു വരുന്നു. 1972 സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ നടന്ന UN സമ്മേളനത്തിൽ പരിസ്ഥിതിയുടെ പരിപാലനത്തിനായി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഇത് നടന്നത് ജൂൺ 5 ആയതിനാൽ ആണ് ഇത് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ആചരിക്കുന്ന ഈ ദിനം 1973 മുതൽ ആണ് ആചരിച്ചു തുടങ്ങിയത്. ഒരേയൊരു ഭൂമി, ഓൺലി വൺ എർത്ത് എന്നതായിരുന്നു അന്നത്തെ ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി, അതായത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ്. ഈ സന്ദേശത്തിൻ്റെ അർത്ഥം പ്രധാനമായും 3 കാര്യങ്ങൾ ആണ്: വനസംരക്ഷണം, സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നിവയിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിസ്ഥിതിയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും തടയാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും വരും തലമുറയുടെ സുരക്ഷിതമായ നിലനിൽപ്പിനു വേണ്ടി പ്രയത്നിക്കണമെന്നും ഇത് അർത്ഥമാക്കുന്നു. ഇതെല്ലാമാണ് ഈ സന്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ UNEPയുടെ പ്രധാന ആഗോള സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാൻ എന്ന ഏഷ്യൻ രാജ്യമാണ്. ഈ സമ്മേളനത്തിൽ ആഗോളതാപനത്തെപ്പറ്റിയും കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റിയും ചർച്ചകൾ നടക്കാറുണ്ട്. മാത്രമല്ല UNEPയുമായി പല പരിസ്ഥിതി നിയമങ്ങളും കരാറുകളും രാജ്യങ്ങൾ ഒപ്പുവെക്കാൻ കൂടിയാണ് ഈ സമ്മേളനം ഉപയോഗിക്കാറ്. കായിക രംഗത്തും പരിസ്ഥിതി സംരക്ഷണത്തിനായി പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ഇന്ത്യയിൽ IPL എന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്ന BCCI ഗ്രീൻ ഡോട്ട് ബോൾ എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഓരോ IPL മത്സരങ്ങളിലും വരുന്ന ഓരോ ഡോട്ട് ബോളുകൾക്കും 500 മരങ്ങൾ വീതം നടുന്നു. ടാറ്റ ഗ്രൂപ്പും BCCIയും ചേർന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായി ഇത് നടപ്പിലാക്കുന്നു. പ്രകൃതി നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടപ്പിലാക്കാത്തത്. പ്രധാനമായും പ്ലാസ്റ്റിക് മാലിന്യം. ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രയാസത്താൽ പലരും പ്ലാസ്റ്റിക് കത്തിക്കുന്നു. ഇതിലൂടെ ഭൂമിയെ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ പാളിക്ക് സാരമായ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിക്കും. ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഇത് തടയാൻ പലതരത്തിലും പ്രവർത്തനങ്ങൾ സജീവമാണ്. ഇതിനായി RRR എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതിന് സാധിക്കാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ പല രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണാവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നതും പരിസ്ഥിതിക്ക് പ്രശ്നമാണ്. ഇതിലൂടെ ജലാശയങ്ങൾ ഉപയോഗശൂന്യമാകുന്നു. റോഡുകളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നതും പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കായി പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അതായത് ക്വിസ്, പ്രസംഗം, ഉപന്യാസ രചന തുടങ്ങിയ മത്സര പരിപാടികളും റാലികളും ബോധവൽക്കരണ ക്യാമ്പുകളും നടത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രചാരം കുറയ്ക്കാനായും പല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഇതിനു പകരമായി തുണി സഞ്ചികളും പേപ്പർ ബാഗുകളും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. പരിസ്ഥിതിയിലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് വായുമലിനീകരണം. വാഹനങ്ങളിൽ നിന്നും മറ്റും വരുന്ന പുകയാണ് വായുമലിനീകരണത്തിനുള്ള പ്രധാന കാരണമായി കണക്കാക്കുന്നത്. ഇതിനായി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വണ്ടികൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ചാർജ് ചെയ്യാൻ വൈദ്യുതി കൂടുതൽ വേണ്ടിവരും. ഇതിനായി സൗരോർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ സാധിക്കുന്ന സോളാർ പാനൽ ഉപയോഗിക്കാൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് പോരാടാം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. നന്ദി.